ഇഷ്ടമെന്ന് ഉണ്ണിക്കണ്ണൻ പ്രതാപൻ. ഉണ്ണിക്കണ്ണൻ പ്രതാപൻ വോട്ട് ചെയ്തോ? വോട്ട് ചെയ്യാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യും കേട്ടോ. Come on, ഉണ്ണിക്കണ്ണൻ. She good. സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഒരു ചേഞ്ച് തോന്നുന്നുണ്ടല്ലേ? ഞാൻ റൂം ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. എനിക്ക് എൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ചില ആളുകളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നു വെച്ചാൽ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവനൊക്കെ സുഖമല്ലേ, വെറുതെ ഇരുന്ന് അങ്ങോട്ട് വീഡിയോ ചെയ്തിട്ടാൽ മതി, ആൾക്കാരെ കളിയാക്കിയെന്ന്. ബാക്കി എഡിറ്റിങ്ങും കാര്യങ്ങളും അപ്ലോഡിങ്ങും കോപ്പിറൈറ്റ്സ് ഒക്കെ അവൻ്റെ അച്ഛൻ വന്ന് നോക്കിക്കോളും. ഒരാശ്വാസം. സോ എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരാൾ തന്നെയാണ്. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. പോരുന്നു എന്റെ ഭാര്യയായിട്ട് എന്റെ അമ്മയുടെ മരുമുളകോ എന്നത്? മരുമുളകോ? ഈ മരുമുളകൊക്കെ ആകുമ്പോൾ നല്ല എരിവ് ഉണ്ടാവില്ല മെല്ലയ്യ? കുറച്ചുകൂടെ അടുക്കത്തോട്ട് കയറി നിൽക്കടാ ഇറക്കാ. താലി കെട്ടി തന്നെ ഞാൻ കൊണ്ടുപോകും. നിന്നെ പാണ്ടിലോറി കൊണ്ടുപോകും, നീ ആ റോട്ടിൽ നിന്ന് ആദ്യം മാറി നിൽക്ക്. എന്റെ വീട്ടിലേക്ക് അങ്ങനെ താലി കെട്ടി കൊണ്ടുപോകാനുള്ള ധൈര്യമൊക്കെ ആയാ? എന്റെ സ്വന്തം ഭാര്യയായി. അവന് ഞങ്ങളൊക്കെ പെണ്ണ് കെട്ടിട്ട് കണ്ടവന്റെ ഭാര്യയായിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്നെ ഇവിടുന്ന് വരുന്നവൻ പൊന്നു പോലെയാണ് നിന്നെ നോക്കിക്കോളാം. പോരുന്നു. നമ്മുടെ കുരുമുളകെന്നൊക്കെ പറയുന്നുണ്ട്. നീ ആദ്യം 1000 തവണ മരുമകളെന്ന് ഇമ്പോസിന് എഴുതും, എന്നിട്ട് വരാം നിനക്ക് പെണ്ണിനെ കേട്ടോ. ആരെങ്കിലും പോകണ്ടേ അവൻ്റെ കൂടെ? പോകുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. എനിക്ക് സഹോദരി പോലെയാണ്. എടാ, അവർക്ക് നീ ഒരു ഭ്രാന്തനെ പോലെയാ. Come on, ഉണ്ണിക്കണ്ണൻ. അതാദ്യം മനസ്സിലാക്ക്. She good. പക്ഷെ അവരെന്റെ നമ്പർ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, വിളിച്ചാൽ കിട്ടാറില്ല. അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ. ഞാൻ ലുടുമാളിലേക്ക് കണ്ടു. അപ്പൊ കൈ തന്നു. നീ എറിലാണ്. വെളിമാനി ജീവിതത്തിൽ ഒരു സഹോദരിയെ പോലെ എനിക്ക്. ഞങ്ങൾക്കൊക്കെ പേളിമണി മുറപ്പെന്നായിരിക്കും. എവിടുന്ന് വരുന്നല്ലേ അവനൊക്കെ? ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പോലെ റീൽസ് ചെയ്യുന്നതാണ്. എനിക്ക് എന്റേതായ ഒരു വില തരണ്ടേ നിങ്ങള്? Come on, ഉണ്ണിക്കണ്ണൻ. എനിക്ക് എന്റേതായ ഒരു എന്നാ വിലയാടാ ഉള്ളത്? She good. നിനക്ക് വിലയാ? നിനക്ക് തെറപ്പാര കടന്ന് കമന്റ് ചെയ്യാതെ, കമന്റ് ചെയ്യുന്നതിനും ചീത്ത വിളിക്കുന്നതിനും ഒക്കെ ഒരു ഇതില്ലേ, മെച്ചൂരിറ്റി ഇല്ലേ, അതിനൊക്കെ ഒരു അളവില്ലേ? ആ പറഞ്ഞത് ന്യായം. അത് നോക്കിട്ടൊക്കെ ചെയ്യും. ഞാനും ഇതാണൊക്കെ ഇരുന്ന് സോൾസ് ചെയ്യുന്നതാണ്. നീ സോൾസി. ഞാനും പലതും ചിന്തിച്ചിട്ടാണ് ഞാനും ചെയ്യുന്നത്. ഞങ്ങളും പലപ്പോഴും ചിന്തിച്ചിട്ടൊക്കെയാണ് ഓരോന്നും. നോക്കിട്ടൊക്കെ ചെയ്യും. അത് എങ്ങനെ പോയാ എങ്ങനെ സോൾസില് കമന്റ് കയറും എല്ലാം ചിന്തിച്ചിട്ട് തന്നെ ഞാനും വീഡിയോ ചെയ്യുന്നത്. നീ പോയി വല്ല ഏണിമാമും കളിക്കും. ഇതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളത്. അപ്പൊ സ്വന്തം കഴിവില് ചെയ്യുന്നതായിരിക്കും ഇത്തിരി കൂടെ വൃത്തി. ഭയങ്കര വൃത്തി. സച്ചു, നിനക്ക് സുഖം തന്നെയല്ലേ? സച്ചു സുഖല്ലേടാ? നിനക്ക് സുഖം തന്നെയല്ലേ? അത് അങ്ങനെ പറയണം. എന്തൊക്കെ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അവർക്കൊന്ന് ഷെയർ ചെയ്തേക്ക്. ഞാൻ സച്ചുവിനെ മിസ് ചെയ്യുന്നുണ്ട്. സച്ചു, നിനക്ക് സുഖം തന്നെയല്ലേ? She good. സച്ചു കൂടെ പിന്നെ നിന്നെ ആര് ഊക്കും? ഞാനുണ്ടടാ നിന്നെ ഊക്കി വിടാനായിട്ട്. ഉറപ്പാണോ? എന്നാ ഞാൻ ഊക്കത്തില്ല. അത് പൂവല്ല, പഴം. അല്ല, അത് ശരിക്കൊരു പൂവല്ലല്ലോ, അതൊരു വാഴയല്ലേ, വാഴപ്പഴമല്ലേ അത്? വല്ല വാഴ വെച്ചാൽ മതിയായിരുന്നു. അപ്പൊ എല്ലാരും ഹെഡ്സെറ്റ് വെച്ചു. അവനൊരു പൂ മാത്രം ചോദിച്ചു. ഞാനൊരു പൂക്കാലം കൊടുക്കാൻ പോവാ. ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഹെഡ്സെറ്റ് വെച്ച വീഡിയോ കാണാവുള്ളൂ. കേക്കത്തില്ല, എന്നിട്ട് എന്നെ കുറ്റം പറയും. ഇത് അവർക്കൊന്ന് ഷെയർ ചെയ്തേക്ക്. അയച്ചപ്പോ ബ്ലോക്ക് ആക്കി. തലേന്ന് എന്നാടാ നൂഡിൽസോ? വൈഫിനെ അയച്ചു കൊടുത്തു, ഡിവോഴ്സ് വേണമെന്ന് അറിയിച്ചു. ഹലോ ഫ്രണ്ട്സ്, വീണ്ടും ശിവന് തൃക്കണ്ണുണ്ടെന്നാണ് ഈ പുരാണങ്ങളിൽ പറയുന്നത്. തൃക്കണ്ണ്. സംഭവം ശിവനെയൊക്കെ ആരാധിക്കുന്നവർക്ക് ഉറക്കം കിട്ടാനും ചാൻസ് കുറവാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ പൊന്നു മോനെ, നീ എത്ര നാളെ ഉറങ്ങിയിട്ട്? സത്യം പറ. രാത്രി കാലങ്ങളിലൊന്നും ഉറക്കം കിട്ടത്തില്ല. ചിലപ്പോഴൊക്കെ നമ്മളില്ല ഈ മന്ത്രമൊക്കെ ഉച്ചരിക്കുന്ന കണക്കത്തെ ഒരു മെത്തേഡായി പോകും. ഇവൻ ഈ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇപ്പൊ ആൾക്കാർ ഇവൻ എന്നെ പോലെ ഇരിക്കണം എന്നൊക്കെയാ പറയുന്നത്. പല ചിന്തയിലോട്ട് പോകും. ഡേയ്, അത് ശിവമയം, ഇത് ജോക്കുമയം. ശിവനെ ആരാധിക്കുന്നവർക്ക് അതൊക്കെ കിട്ടും. അവിടെ പോയി പണി നോക്കണം. അടുത്തൊരു കുരിശിട്ടും പറയുമയം. ഹലോ ഫ്രണ്ട്സ്, അടുത്ത ശിവമയം വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ശിവമയം എന്ന് പറയപ്പോ ശിവൻ ഭയങ്കര ഡേഞ്ചർ ആളാണ്, ഭയങ്കര പവർഫുൾ ആണ്. കയ്യില് പൂച്ചനൊക്കെ ദൈവങ്ങളിൽ തന്നെ ഇപ്പൊ പോപ്പുലറില് ഫാൻസ് കൂടിയ ഒരു സൈസ് ദൈവമാണ് ശിവൻ എന്ന് പറയുന്ന ആള്. പക്ഷെ പുള്ളിക്കാരൻ ശിവൻ എന്ന് പറഞ്ഞ അടിപൊളി ആളാണ്. പക്ഷെ
ഭയങ്കര ഡേഞ്ചറാണ്, ഭയങ്കര പവർഫുള്ളാണ് എന്ന് വെച്ചാൽ. അതായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് കേട്ടിട്ടുണ്ടല്ലേ, കറക്റ്റ് സാധനം. പേരെങ്ങനെയായിരുന്നു? അഖിൽ. എവിടെ സ്ഥലം? കൊല്ലം. അഖില? അഖിൽ. എവിടെ സ്ഥലം? കൊല്ലം. അഖിലയല്ലേ ഇത്? അഖിലാണാ? എടാ ഇത് അഖിലയാടാ. എല്ലാ വർഷവും വരാറുണ്ടോ? എടാ പെണ്ണുങ്ങൾക്കൊക്കെ അസൂയ തോന്നാൻ തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. എന്റെ ദൈവമേ. കളിയാക്കും അങ്ങനത്തെ എന്തെങ്കിലും തോന്നലൊന്നുമില്ല, ആഗ്രഹസാഹിത്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, രസമായിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെ വിശ്വസിച്ച് നമ്മള് പെണ്ണ് കെട്ടുവാടാ? എന്ത് ഭംഗിയല്ലേ കാണേ. അതാ മറ്റുള്ളവർക്കൊന്നും ഭംഗിയില്ലേ? മോൾ ഉണ്ണിക്കൊണ്ണൻ. അത് അങ്ങനെ കുറെ ഓവർ പ്രോഗ്രസീവ് ഉണ്ടാവും. എന്റെ കണ്ണിൽ ഭംഗി തോന്നി, ഇപ്പൊ ഞാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. എന്താ നിനക്ക് കടിക്കുന്നുണ്ടോ? ഗുഡ്. ഇത് ഏത് അമ്പലത്തിലെ പരിപാടിയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇത് കുറെ കാണുന്നുണ്ട്. അവരുടെ എന്തോ ഒരു ആചാരമാണെന്ന് തോന്നുന്നു. ഈ ആചാരം ഇതുവരെയായിട്ടും തോന്നുന്നില്ല. ഇത് 2002 തുടങ്ങിയതാ. എടാ എനിക്ക് എന്നെ തന്നെ കടിച്ചതിനാന്ന് തോന്നുന്നു. പാട്ടൊന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് കണ്ടു വായിക്കുന്നത്. എന്താടാ മോനെ വയ്യേ? മാനല്ല, വാണത്തിനെ കണ്ട്. നീ പുറകിരിക്കുന്നവൻ എന്നതായി കാണിക്കുന്നേ? എടാ നിങ്ങളൊക്കെ എന്നതാടാ? നീ അവന്റെ പുറകിൽ നിന്ന് എന്നതാടാ കാണിക്കണേ? ആ ബീജം ഇട്ട് കൊടുത്താൽ കറക്റ്റായി. നോക്കിട്ടൊക്കെ ചെയ്യും. ആ മുല്ലപ്പൂ ചീഞ്ഞ് നാറിയടാ. എന്നിട്ടവരാധം തീരുന്നില്ലല്ലോ. അനുരാഗത്താലേ അഴകേ അഴകേ എന്നിൽ നിന്നും പോകാതെ. ഒന്ന് പോടാ, ഒന്ന് പോയി താടാ. അഴുക്കേ അഴുക്കേ പോകത്തില്ല. അവൻ ഈ തിരിയണ സമയം കൊണ്ട് നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകാം. ആരീവാലൻ പൂത്തതോ നാനാലങ്കാര ഭൂഷിതേ ജഗസ്ഥിതേ ജഗന്മാർത്തൻ മഹാവിഷ്ണു നമോസ്തുതേ നമോസ്തുതേ ജഗന്മാതർമഹാലക്ഷ്മി നമോസ്തുതേ. സ്തുതി 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 എൻ മനമേ സ്തുതികളിൽ. പരിപാടികളൊക്കെ കണ്ടു. അപ്പൊ ഒരു ഐസ്ക്രീം തിന്നാന്ന് വിചാരിച്ചു. ഒരു ഐസ്ക്രീം ആകെ കൈ പിടിച്ചിരിക്കുകയാണ്. ചേച്ചി എവിടെ വർക്ക് ചെയ്യുന്നേ? യൂട്യൂബർ. ഇതെന്ത് പറയും? യൂട്യൂബർ ബിജിമോൾ VS. ഇവര് തന്നെ ഇവരുടെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് എന്താടാ ഇതൊക്കെ? എടാ എന്നാ പറ്റൂടാ ഈ ലോകത്തിന്? ഞാൻ എന്ത് പറയിക്കല്ലേ കാണിക്കുന്നത്? അല്ലേ അല്ലേ നിനക്ക് തോന്നുന്നുണ്ട്? കമോൺ ഉണ്ണിക്കൊണ്ണൻ. ഈ ലോകം മൊത്തം തിരിഞ്ഞു കുഴഞ്ഞിരിക്കുകയാണ് വയസ്സ്. ഗുഡ്. ഓക്കോ ഉറച്ച കാൽവെപ്പോടെ വരുന്ന നീ അതൊന്ന് ഉറച്ചു നിൽക്കടാ അവിടെ. അഘോരിമാർ, കയ്യില് രുദ്രാക്ഷവും തൃശൂലമേന്തി വരുന്ന അഘോരികൾ, കണ്ട പേടിപ്പിക്കുന്ന വിധത്തിൽ രൗദ്രഭാവത്തിൽ നോക്കുന്ന അഘോരികൾ, ചുടലഭസ്മം അണിഞ്ഞു വരുന്ന അഘോരികൾ. വല്ല കോരാനും പോ. കയ്യിൽ തൃശൂലവും കമണ്ഡലവും വേണ്ടി വരുന്ന അഘോരികൾ. ഒന്ന് മാസം അടിക്കാൻ നോക്കിയതാ, പക്ഷെ പ്ലാഞ്ചി പോയി. അവരുടെ തീവ്രമായ എഴുതി വെച്ച് വായിക്കാട്ടോ, മനസ്സിലാക്കാം. എഴുതി വെച്ച് വായിക്കുന്ന അഘോരികൾ. അഘോരികളെ കണ്ട എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള ടിപ്സ്. അടിക്കാൻ മടലുമായി വരുന്ന നാട്ടുകാർ, കയ്യില് രുദ്രാക്ഷവും തൃശൂലമേന്തി വരുന്ന അഘോരികൾ, ഡിക്സിലിട്ട് വരുന്ന ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന മലയാളികൾ. മൂവിയിലെ കൊണ. കൊല്ലട, ശരിക്കും അടിച്ച് കൊല്ലട. അതിനൊക്കെ VIP RIP ശരിക്കും അടിച്ച് കൊല്ലി. കാണേണ്ടി വരത്തില്ലല്ലോ ഈ 16 പെർഫോമൻസ് പ്രഗ്നന്റ്. കിടന്ന് മെഴുകുക. നമുക്ക് തന്നെ നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് പോകാൻ കഴിയും.
ജാനകി എന്നാണോ അങ്ങനെ എന്തോ ആണ് പേര്. എന്താണ് നല്ല അടിപൊളിയായിട്ട് പാടി. ഇനി ഇതുവരെയൊക്കെ പാടാൻ സാധിക്കട്ടെ. ഇത്രയുള്ള എൻ്റെ വീഡിയോ. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗുഡ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ, യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പുണ്ട്. നോക്കിയിട്ടൊക്കെ ചെയ്യും. ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കയ്യിൽ തന്നു. സോ ബൈ ഫോർ നൗ.